ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ നേരിയ തീപിടുത്തം. മരുന്നുകൾ സൂക്ഷിച്ച ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഇത് കൃത്യമായി തീ തടയാൻ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നതിൽ ഒരു വ്യക്തതയായോ? അശ്വിൻ, കേൾക്കാമോ? മുമ്പാണ് തീ പൂർണ്ണമായും അണച്ച് നിയന്ത്രണ വിധേയമാക്കിയത്. മരുന്ന് സ്റ്റോർ ചെയ്തിരുന്ന സ്റ്റോർ റൂമിന്റെ അകത്ത് പ്രവർത്തിച്ചിരുന്ന AC-യിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് നടക്കം ഏകദേശം 6ഓളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ഇപ്പോൾ അരൂർ MLA ആയിരുന്ന ദലീമ അടക്കമുണ്ട്. എന്താണ് തീപിടുത്തം എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? കാരണത്തിന് എന്താണ് തീപിടുത്തത്തിന് കാരണമായതെന്ന കാര്യത്തിൽ? ഷോർട്ട് സർക്യൂട്ടാണ്. അത് AC എന്നുള്ള ഒരു പുകയാണ് ആദ്യം അനുഭവപ്പെട്ടത്. ആളപായമൊന്നും ഇല്ലാത്ത ആശ്വാസം. അത് ആശ്വാസമാണ്. ആളപായം കാരണം ധാരാളം രോഗികളിവിടെ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഒരു അപകടം ഉണ്ടായില്ല. അപ്പോൾ തന്നെ എല്ലാവരെയും മാറ്റി. എന്തായാലും അതാണ് കൃത്യമായ രീതിയിൽ. ഇപ്പോൾ P. പ്രസാദ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മുകളിൽ തീപിടുത്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. തീപിടുത്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. ഒരു ആശുപത്രിയാണ്. ആശുപത്രി അങ്ങനെ തീപിടുത്തം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്തും. ഭാവിയിൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് മരുന്നുകളാണ്. ആളപായം ഉണ്ടായില്ല എന്നുള്ള വലിയ ഭാഗ്യമാണ്. പക്ഷേ ഒരുപാട് മരുന്നുകൾ നഷ്ടപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് കാണുന്നതെല്ലാം അതിൻ്റെ ഇതാണ്. മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന ഇടമാണ് എല്ലാം. അതെല്ലാം ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഉപകാരപ്രദമാവുന്ന ചികിത്സയ്ക്ക് അനിവാര്യമായ മരുന്നുകളാണ്. അതിനകത്ത് ഉള്ള കുറവുകൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ചീഫ് സെക്രട്ടറിക്കും ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട MLA അടക്കമാണ് സംസാരിച്ചനുസരിച്ച് അവരും ഈ കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇടപെടലുണ്ടാവും. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്നത് പോലെയല്ല ഒരു ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അതിനെ അത്തരത്തിൽ ഗൗരവത്തോടെയാണ് ഗവൺമെന്റ് കാണുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നമുക്കൊന്ന് ഓടി മാറി രക്ഷപ്പെടാൻ. പക്ഷേ എന്നാൽ ഇവിടെ രോഗികളാണ് ആശുപത്രിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വീഴ്ച പോലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് ഇതുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഗൗരവതരമായ. ശരി, ആലപ്പുഴയിലെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ നേരിയ തീപിടുത്തമുണ്ടായി. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. മരുന്നുകൾ ഒരുപാട് നശിച്ചിട്ടുണ്ട് എന്ന ആശങ്കയാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.